ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എസ്പെഷ്യലി ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു. അത് കാരണം നിഫ്റ്റി ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. താരിഫിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ സ്റ്റെബിലൈസ് വരുന്ന അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. വരുന്ന ദിവസങ്ങൾ നമുക്ക് മാർക്കറ്റ് എങ്ങനെയെന്ന് കാണാം. ഇന്ന് നിഫ്റ്റി 24/7/22 ക്ലോസ് ചെയ്യുമ്പോൾ 157 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് 1 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 55,619 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 57,432 ക്ലോസ് ചെയ്തപ്പോൾ 795 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,893 ക്ലോസ് ചെയ്തപ്പോൾ 225 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. ഇതിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ എബോവ് 1% റാലി നടത്തി. ഇന്ത്യ വിക്സ് ഇന്ന് 11.96 ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 418 പോയിൻറ്റ്സ് ഉയർന്ന് 81,018 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIA FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA 4,386 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 2,566 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DIAയുടെ നല്ല സപ്പോർട്ട് മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും DIA ബൈ ആയിരുന്നു, എന്നാൽ FII സെല്ലിംഗ് മോഡിലായിരുന്നു. സെക്ടർ വൈസ് നോക്കിയാൽ തന്നെ ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, അത് നിഫ്റ്റി FMCG എന്നീ സെക്ടർ ഒഴികെ സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 23,787 ക്ലോസ് ചെയ്തപ്പോൾ 376 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 34 പോയിൻറ്റ്സ് ഉയർന്ന് 34,923 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 15 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 26,476 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 56,139 ക്ലോസ് ചെയ്തപ്പോൾ 57 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇന്ന് 83 പോയിൻറ്റ്സ് ഉയർന്ന് 14,551 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9,058 ക്ലോസ് ചെയ്തപ്പോൾ 88 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 35,203 ക്ലോസ് ചെയ്തപ്പോൾ 553 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1641 ക്ലോസ് ചെയ്തപ്പോൾ 24 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 9327 ക്ലോസ് ചെയ്തപ്പോൾ 225 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,151 ക്ലോസ് ചെയ്തപ്പോൾ 60 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 142 പോയിൻറ്റ്സ് ഉയർന്ന് 22,153 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 6858 ക്ലോസ് ചെയ്തപ്പോൾ 85 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 15 പോയിൻറ്റ്സ് ഉയർന്ന് 912 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എബോവ് 1% റാലിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് എബോവ് 2% നല്ല റാലി ഇന്ന് നടത്തി. സ്റ്റീൽ സെക്ടേഴ്സാണ് കൂടുതലെന്ന് പെർഫോം ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,659 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 1,058 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോക്കോ 5.18% നല്ല റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 0.08% റാലി നടത്തി. അതാണ് ഇന്ന് നമ്മൾ സ്റ്റീൽ സെക്ടേഴ്സിൽ റിഫ്ലക്റ്റ് ആയത്. അദാനി പോർട്സ് 3.56% റാലി നടത്തി. ബെൽ 3.37%, JSW സ്റ്റീൽ 2.86%, ഗ്രാസിം 2.53%, ടെക്കം 2.52%, TCS 2.52%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.46% ആൻഡ് ഹിൻഡാൽകോ 2.39% റാലിയാണ് കണ്ടത്. ലൂസേഴ്സ് കഴിഞ്ഞ് പവർ ഗ്രിഡ് 1.12% ഫോളോ കണ്ടു. HDFC ബാങ്ക് 0.88%, ONGC 0.70%, അപ്പോളോ ഹോസ്പിറ്റൽ 0.58%, ICICI ബാങ്ക് 0.58%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.50% ആൻഡ് HDFC ലൈഫ് 0.03% ഫോളോ കണ്ടു. ഒരു ബയേഴ്സുള്ള റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈയിലും 24,951 ക്ലോസ് ചെയ്ത് 25,235 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,722 നിൽക്കുമ്പോൾ 2.03% ലോസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,722 നിൽക്കുമ്പോൾ 4.13% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച 0.64% റാലിയാണ് നിഫ്റ്റി നടത്തിയത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.